മൂന്നാറിൽ കാന്തല്ലൂർ ഭാഗത്തായിട്ട് കാടിന് നടുക്ക് മലമുകളിൽ കൊടും തണുപ്പത്ത് താമസിക്കണം. അതും വെറും 650 രൂപയ്ക്ക് തുടങ്ങുന്ന സ്റ്റേ പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ടെൻറ്റും മഡ് ഹൗസും ഒക്കെ ആയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സർവീസും കൂടിയുണ്ട്. അതായത് ഹോസ്റ്റൽ ആൻഡ് കഫേ ആണ് ഇവരുടെ തീം കേട്ടോ. ട്രാവലോഡ്ജ് ഹോസ്റ്റൽ ആൻഡ് കഫേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് കട്ട ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇവിടെ വന്നാലും നഷ്ടമില്ല. അത്രയ്ക്കും ഹെവി ഓഫ് റോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് വാട്ടർഫോൾ ആണ്. നമുക്കിവിടെ പോയി വെള്ളത്തിൽ ചാടാം, അതുപോലെ സ്ലൈഡ് ചെയ്യാം. അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് മാത്രമായിട്ട് ഇവരൊരു ഡേ പാക്കേജ് 250 രൂപയുടെ ഡേ പാക്കേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് ചിന്നാർ ഭാഗത്തേക്ക് നൈറ്റ് സഫാരി ഒക്കെ പോകണമെങ്കിൽ അതും ഇവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. വെൽക്കം ബാക്ക് ടു DotGreen. ഇന്ന് നമ്മൾ മൂന്നാറിനടുത്തുള്ളൊരു കാട്ടിലാണ് കേട്ടോ. കാട്ടിലെ ഒരു സ്റ്റേ ആണ്. അപ്പം ഒരു ഹെവി ഓഫ് റോഡും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് കാട്ടിന് നടുക്കൊരു മഡ് ഹൗസും ടെൻറ്റും കൂടെ ഉള്ള ഒരു സ്റ്റേ അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മൂന്നാർ വന്നിട്ട് പിന്നെ മറയൂർ വരണം. മറയൂരിൽ നിന്ന് കാന്തല്ലൂർ റൂട്ടിൽ കോവിൽക്കടവ് കഴിഞ്ഞ് കുറച്ച് ഒരു 6-7 കിലോമീറ്റർ മുന്നോട്ട് വന്ന ശേഷം ലെഫ്റ്റിലേക്ക് തിരിയണം കേട്ടോ. ലേ വൈൽഡ് ഗോർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിലിട്ടാൽ കിട്ടും. ലേ വൈൽഡ് ഗോർ അല്ല റിസോർട്ട്, നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഈ വരുന്ന വഴിക്ക് ഒരു ആ റോഡിൽ നിന്ന് തിരിഞ്ഞ് കുറച്ചുകൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് കേട്ടോ നമ്മൾ വണ്ടി ഇടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ലൊക്കേഷൻ. ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇനി ഓഫ് റോഡ് ജീപ്പിനാണ് പോകണം കേട്ടോ. നല്ല ഹെവി ഓഫ് റോഡ് ട്രെക്കിങ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സെറ്റപ്പ് സംഭവമാണ്. അതും ബഡ്ജറ്റ് ഒരു സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാ പറയണ്ടേ, നമുക്ക് കാട്ടിൽ നിന്ന് എടുക്കാണ്, ബഡ്ജറ്റ് സ്റ്റേ ആണ്. അതുകൊണ്ട് ലക്ഷറി സൗകര്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് കേട്ടോ. ഈ ഓഫ് റോഡിൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണേ. അപ്പോൾ ഓഫ് റോഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കി, നമ്മുടെ വണ്ടിയും കൊണ്ട് വരൽ നടക്കില്ല കേട്ടോ. കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓടിക്കാൻ നടക്കുള്ളൂ. ഇതേ ഇപ്പോൾ പിടിച്ച് കയറി വരുന്നുണ്ടോ. എൻ്റെ പൊന്നെ, അവിടെ കിടന്നൊരു കളി കളിച്ചു കേട്ടോ. നമ്മൾ ഓഫ് റോഡ് ജീപ്പിന് ഇവിടെ വന്നിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മേളിലേക്ക് നടക്കാനുണ്ടേ. നമ്മൾ ഇതിലെ മേളിലേക്ക് നടന്ന് കയറണം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, അത് ലേ വൈൽഡ് കവറല്ല. അപ്പം അവരുടെ തന്നെ ട്രാവലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോപ്പർട്ടിയാണേ. ക്യാമ്പ് ഫയറിനുള്ള സ്ഥലം പറഞ്ഞ കുഴപ്പമില്ല. അല്ല രാത്രി കാര്യമായിട്ട് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഹെവി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാടാണേ നോക്കി. അപ്പം ഇതുകൊണ്ട് ഇവിടെ ഇടയ്ക്കൂടെ എല്ലാം നമുക്ക് ടെൻറ്റ് കാണാം, അതുപോലെ താഴെ മഡ് ഹൗസ്. ഒരു രക്ഷയില്ല കേട്ടോ, ഹെവി ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ ഗ്രൂപ്പുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിന് കുറേ മഡ് ഹൗസും അതുപോലെ ടെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മൂന്നാർ അല്ലെങ്കിൽ മറയൂർ സൈഡിൽ, മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണേ. അപ്പോൾ ഇത്രയ്ക്കും ബഡ്ജറ്റായിട്ട്, അതായത് ചീപ്പായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അന്യ ലൊക്കേഷൻ കേട്ടോ. ഹെവി സൗകര്യങ്ങളൊന്നുമല്ല, ഒരു ആംബിയൻസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇത് കേട്ടോ നമ്മുടെ മഡ് ഹൗസ്. കയറി വരുന്നിടത്തൊരു ചെറിയ സെറ്റൗട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ശ്യാമ കയറ്റം കയറിയാൻ്റെ സങ്കടത്തിലിരിക്കുക. ഓ ഇതാ കേട്ടോ നമ്മുടെ മഡ് ഹൗസ്. വേണ്ട ഒരു സാധാരണ റൂം. അപ്പം അത് മഡിലുണ്ടാക്കിയേക്കാണ്. അപ്പം ഒരു ബെഡും കാര്യങ്ങളൊക്കെയാണ്. സാവസാറത്തെ ഓൾറെഡി വന്ന് കയറ്റം കയറിയതിൻ്റെ ക്ഷീണത്തിൽ കിടന്നു കഴിഞ്ഞു. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. കാടിന് നടുക്ക്. അപ്പം ചുറ്റും കാട് തന്നെ. അതുകൊണ്ടോ അവിടെ കാട്, ഈ സൈഡിലെല്ലാം പുറകിലേക്കെല്ലാം കാട് തന്നെയാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത്ര വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ശ്യാമ സ്ഥലം എങ്ങനെയുണ്ട്? പൊളിച്ചോ? വേറൊരു ആംബിയൻസ് അല്ലേ.
റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ. ഇവിടെ കേട്ടോ ടെൻറ്റ് ഈ ഒരു ഷെഡ് പോലെ അടിച്ച് ഇതിനകത്താണ് ടെൻറ്റ് മുഴുവൻ വരുന്നത്. ഓപ്പണായിട്ട് ഇപ്പം നിലവിൽ അടിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇതുപോലെ ഉണ്ടോ ഇതിനകത്ത് മുഴുവൻ ടെൻറ്റാണ്. ആനയൊക്കെയുള്ള കാട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചിന്നാറിൻ്റെയൊക്കെ നമ്മൾ ലേ വൈൽഡ് ഗൗറിൽ പോയപ്പോൾ താമസിച്ചില്ലേ, അതുപോലുള്ള സെറ്റപ്പിലുള്ളൊരു സ്ഥലമാണ്. ഈ പ്രോപ്പർട്ടിയുടെ അതിലെ കൂടെ മുഴുവൻ ഫെൻസിങ് അടിച്ചിട്ടുണ്ട്. വെള്ളേക്ക് കാടാണ്. അതുപോലെ ഇതുണ്ടോ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണേ. സൺസെറ്റ് കഴിഞ്ഞു. ഇത് ആ സൈഡിൽ എവിടെയോ ആണ്, ലെഫ്റ്റ് സൈഡിൽ എവിടെയോ ആണ്. ഓക്കെ, ഈ കാണുന്നത് ടെൻറ്റിനുള്ള സ്പേസാണേ. ഓക്കെ, ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ടേ. എനിക്ക് മുകളിൽ ക്യാമ്പ് ഫയർ ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഓൾറെഡി ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടുണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം നൈറ്റിൽ ചിലർ പാർട്ടിയും പരിപാടികളും അല്ലെങ്കിൽ വന്ന് തകർക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ആംബിയൻസ് നല്ല തണുപ്പാണ് ഈ സമയത്ത്. അതായത് ഇത് ഫെബ്രുവരി ആണല്ലോ, ഫെബ്രുവരി 10 ആണ് ഇന്ന്. അപ്പം ഈ സമയത്തും നല്ല തണുപ്പാണ്. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഈ മാസം അടുത്ത മാസം ഇവിടെ എപ്പോൾ വന്നാലും ഈ ചൂടുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാട്ടോ. മലയുടെ മുകളിലും അതുപോലെ കാട്ടിൽ നിന്ന് എടുക്കുമായതുകൊണ്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജൊന്നുമില്ല. അപ്പം നമ്മുടെ ഈ ഒരു പാക്കേജിനകത്ത് വരുന്നത് കേട്ടോ. അപ്പം പല ഗ്രൂപ്പാണെങ്കിൽ അവർ 2-3 സ്ഥലത്ത് ക്യാമ്പ് ഫയർ ഇട്ടു. ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ മുന്നേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കാണിച്ചില്ലായിരുന്നു ബിൽഡിങ്, അതിനകത്തുണ്ട് കണ്ടോ. ഇതാണ് ആ പറഞ്ഞ താഴത്തെ ക്യാമ്പ് ഫയറിൻ്റെ ഷെഡ്. അപ്പോൾ വലിയ ഗ്രൂപ്പുകളാണെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുക്കും. അതല്ല ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെങ്കിൽ അവരവരുടെ ടെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ക്യാമ്പ് ഫയർ ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ ക്യാമ്പ് ഫയർ വേണം കേട്ടോ, നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പല പാക്കേജും ഉണ്ടെന്ന്. അപ്പം ഫുഡ് ഉള്ള പാക്കേജും ഫുഡ് ഇൻക്ലൂഡഡ് അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പം ഫുഡ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇത് റൈസും ചിക്കൻ കറിയാണ് പിന്നെ ഫുഡിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ 65 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഓർഡർ ചെയ്യാം. ഇത് ഇവിടെ റെസ്റ്റോറൻറ്റ് ഇതുണ്ട്, ഈ കാണുന്നത് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇവിടുത്തെ മെനു കാർഡിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന മഡ് ഹൗസ്. ഇവിടെ ഈ ഒരു മഡ് ഹൗസും പിന്നെ കുറേ ടെൻറ്റുമാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അത്താഴത്തിന് ശേഷം നമ്മൾ ഒരു ജീപ്പിന് നൈറ്റ് സഫാരിക്ക് ഇറങ്ങുകയാണേ. നമുക്കിത് നൈറ്റ് സഫാരി പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് വന്നു കേട്ടോ. നമ്മൾ ഇനിയിപ്പം ചിന്നാർ ഏരിയയിലൊന്ന് പോയി കറങ്ങിയിട്ട് വരും കേട്ടോ. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ, അന്യായം. കാണുമ്പോ ഇവിടെ ചെറുതൊന്നും അല്ലെന്ന് സാറിനെ കാണുന്നു. ഇനിയും പോണം, നമ്മുടെ ഇതിലെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നൈറ്റ് സഫാരിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ ഭാഗത്ത് നിന്ന് ചിന്നാർ ഈ ഒരു സഫാരിക്ക് വേണ്ടി തന്നെ ജീപ്പ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. സാധാരണ ഇത് റോഡിൽ കൂടെ മാത്രമാണ് കേട്ടോ, സഫാരി കാട്ടിനകത്തൂടെയുള്ള റോഡിൽ കൂടെയാണ്. സാധാരണഗതിയിൽ ആനയും കാട്ടുപോത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മളിന്നലെ രാത്രിയിൽ ട്രക്കിംഗ് എല്ലാം പോയിട്ട് ജീപ്പ് സഫാരിയൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും രാത്രി 2 മണിയൊക്കെ ആയി കേട്ടോ. അപ്പം ഇന്നലെ ശനിയാഴ്ച രാത്രി ആയതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നിറച്ചും വണ്ടികളായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാര്യമായി സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. തണുപ്പെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ കൈയൊക്കെ മരച്ചു പോകുന്ന തണുപ്പ് കേട്ടോ. അല്ലേ, രാവിലെ വെട്ടം വീണ് വന്നേ, ഫുള്ള് ബേഡ്സൊക്കെ നല്ലതായിട്ട് ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് ഇപ്പോഴും ഈ വെയിൽ വീണിട്ട് നല്ല തണുപ്പാണേ, ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ സ്ഥലം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നല്ല തണുപ്പായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ പുട്ടും കടലയും. ശ്യാമേ തട്ടിക്കോ. ഇത് രാവിലെ നമ്മുടെ ഈ സ്ഥലം ഒന്നുകൂടെയും കണ്ടോ കേട്ടോ. എനിക്ക് അപ്പുറത്തെ ആ മല കാണുന്നത് ഫുള്ള് കാടാണ്. അതിന് മുകളിലേക്ക് നോക്കി അങ്ങ് തുഞ്ചത്ത്. അപ്പം അതിൻ്റെ ഈ മലയുടെ അപ്പുറത്തെ ചെരുവിലാണ് നമ്മുടെ ലേ വൈൽഡ് ഗൗർ ഉള്ളത് കേട്ടോ. അവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണിത്, പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതിവിടെ. ഓക്കെ, ഈ കാണുന്ന മഡ് ഹൗസിലാണ് നമ്മൾ താമസിച്ചത്. താഴെ അവിടെ കുറച്ച് ടെൻറ്റുണ്ട്, അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ ഇതുണ്ടോ, ഇതിന് ഈ പാറയുടെ അപ്പുറത്ത് ശരിക്കും ടെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലായിരുന്നു
വേറെ കുറേ പേര്, ഒരു 10-15 പേരുടെ ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ ഈ സൈഡിൽ കൂടെയൊക്കെ ഇടയ്ക്ക് ടെൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറേ ഷെഡും കൂടെ ഇവർ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും എല്ലാ ടെൻറ്റും ഇവർ ഇതുപോലെ ഷെഡിനകത്തോട്ട് മാറ്റും. അപ്പോൾ ഈ ടെൻറ്റൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് ശരിക്കും പ്ലാറ്റ്ഫോമൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാണ്. അപ്പം വേറെ അങ്ങനെ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ ആൾ ചെക്കൗട്ടായിട്ട് പോയിട്ട് ആകെ അലങ്കോലമൊക്കെ ഇട്ടേക്കാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ടേ. അങ്ങനെ ഇവിടെ കുറേ ടെൻറ്റ്, ഇവിടെ മൊത്തം ഒരു 35 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇതാ നമ്മുടെ മഡ് ഹൗസിനാണെങ്കിലും ടെൻറ്റിന് എവിടെയാണെങ്കിലും ഒക്കെ പവർ പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് കേട്ടോ. അപ്പം കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആയത് ഒരു പക്ക ഫോറസ്റ്റ് ആംബിയൻസ്. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച മഡ് ഹൗസ്. അതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ മഡ് ഹൗസിന് ഉള്ള ബാത്റൂം സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഫാമിലി ആണെങ്കിലും അറ്റാച്ച്ഡ് അല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് മഡ് ഹൗസിന് വേണ്ടിയിട്ട് പ്രത്യേകമുള്ളതാണ്. ഭയങ്കര സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലീൻ ബാത്റൂമാണേ. അതുപോലെ ബാക്കി ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നവർക്കെല്ലാം കൂടെ കോമൺ ആയിട്ട് ഇതേ താഴെയുണ്ട്. അതുപോലെ ലേഡീസിന് സെപ്പറേറ്റ് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇതേ ഈ താഴെ കാണുന്ന ബാത്റൂമാണ്. അവിടെ കാണുന്ന